താഴെ 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 കുറച്ച് ഇങ്ങോട്ട് കൂടി ഒപ്പിച്ച 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 ഓക്കെയാ കറക്റ്റല്ലേ പക്കാ ഇവിടെ ഒരു നൂലിൽ നമുക്ക് ഇറങ്ങാനുണ്ട് കേട്ടാ. ഇവിടെ ഒരു നൂലിൽ ഇറങ്ങാനുണ്ട്. ഇവിടെ ഒരു നൂലിൽ ഇറങ്ങാനുണ്ട്. അപ്പൊ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലെ നമ്മൾ ഈ കുഴീന്റെ അളവ് പറഞ്ഞുതരാം. നമുക്ക് ഈ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അതായത് 15 to 25 ഫ്ലഷ് ടാങ്കിന്റെ ഫൈനൽ സ്റ്റേജിലെ ഫ്ലോർ ലെവലായി കാണുന്നത്. സ്ലാബിന്റെ ടോപ്പിലേക്ക് കറക്റ്റ് 90 സെന്റിമീറ്റർ 92 സെന്റിമീറ്റർ മതിയാവും, വളരെ കറക്റ്റില്. പിന്നെ ഈ ഗ്രൗണ്ട് ലെവൽ ഉണ്ടല്ലോ, പരമാവധി നമ്മൾ എംസാൻഡോ ഇനി എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പൂഴി കലർന്ന മണ്ണോ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ ഇറക്കി വെക്കേണ്ടല്ലോ. ഒരു കാരണവശാലും ഒരു ചെറിയ കല്ലോ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് സാധനം വെള്ളം നിറച്ചിരിക്കുന്ന സമയത്ത് ലീക്കേജ്, അതായത് ഹോൾസ് ആയിട്ട് ലീക്കേജ് വരാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് പരമാവധി എംസാൻഡോ അല്ലെങ്കിൽ പീസാൻഡോ. പിന്നെ ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് പക്കാ പൂഴി കളർന്ന മണ്ണായത്, അതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ കല്ലുകളെല്ലാം നമ്മളൊന്ന് തുടച്ച് മാറ്റിയെല്ലാം നീറ്റായിട്ട് ഇത് വെച്ചില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന സാധനം വാട്ടർ ലെവലിൽ സ്പിരിറ്റ് ലെവൽ രണ്ടും കണക്കാക്കുക പരമാവധി. അതായത് ഈ കാണുന്ന ലെവലും കണക്കാക്കുക, ഈ കാണുന്ന ലെവലും കണക്കാക്കുക. ചെരിയാനോ മറയാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോ പിന്നെ ഇത് കുറച്ച് നീളവും വീതി ഇതിന് അധികം ഉണ്ട്, കാരണം 35 ഫ്ലഷിനെ നമ്മൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയത്. അപ്പോൾ പിന്നെ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം നമ്മൾ ഒരു കാര്യം ചെയ്തു, ഇതിന് ടാങ്ക് ചെറുത് മതി എന്ന് പറഞ്ഞുകൊണ്ട് 2 ടാങ്കായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 15 to 25. അപ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നീളവും വീതി ഇതിനുണ്ട്. അപ്പോൾ ഇതിന്റെ സൈഡും നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു മെയിൻ്റെനൻസ് എടുക്കാൻ വേണ്ടി പറ്റണം. പറഞ്ഞു വെച്ചാൽ ഇതിന്റെ മേളിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ മേളിൽ ഒരു റൗണ്ട് പോലെ സ്ലാബിന് കട്ട് ചെയ്തിട്ട് വെക്കുക. ആവും നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ ഈ സ്ലാബ് ഊരുക, ഈ ക്യാപ്പ് ഊരാനുള്ള ഒരു സൗകര്യം കൂടി ആയിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറായിട്ട് ബാക്കിയുള്ള പരിപാടികളും ചെയ്യും. ടാങ്ക് നമുക്ക് രണ്ടാമത് പൊക്കേണ്ട ആവശ്യം ഒന്നുമില്ല. പിന്നെ ടാങ്കിനെ പറ്റിയിട്ട് കൂടുതൽ പറയാനൊന്നുമില്ല, നമ്മൾ ഓഷ്യന്റെ ബ്രാൻഡായത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്. പിന്നെ 2 ടൈപ്പ് സാധനം ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ, ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമ്മളെ നല്ല ക്വാളിറ്റിന്റെ പരമാവധി തിരഞ്ഞെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാനില്ല. പിന്നെ ഇവരെ ഫിറ്റിങ്സ് നല്ല അടിപൊളി ഫിറ്റിങ്സ് ആട്ടോ. നമ്മൾ പിന്നെ സെൽസറിന്റെ ബ്രാൻഡും വെച്ചിട്ടുണ്ട്, ഓഷ്യന്റെ ബ്രാൻഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ട് ലൈനും ഔട്ട്പുട്ട് ലൈനും അത് കറക്റ്റായി നോക്കണം. കാരണം ഇൻപുട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈനുകൾ വരാനുള്ള ലൈനാട്ടാ. ഇവിടെ നിറഞ്ഞ് ഇങ്ങനെ ലെയറായി വന്ന് ലാസ്റ്റ് ഔട്ട് വരുന്ന ഭാഗം ഇത്. ഔട്ട് വരുന്ന ഭാഗം നമ്മൾ പിറ്റിൻ്റെ അകത്തേക്ക് കൊടുക്കുക. പിറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് ഇവിടെ ഔട്ട്സൈഡിലോട്ട് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് നമുക്ക് എന്താ പറയുക, കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ബെൻഡ് ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ വഴിയെ കാണാം നമുക്ക് കേട്ടോ. ഇതിനകത്ത് വെള്ളം നിറച്ച് വെക്കണം കേട്ടോ, അത് കാര്യമായിട്ട് പറയാം. ഇനി ഇതുപോലെ ഇട്ട് മണ്ണിട്ട് മൂടിയിട്ട് സ്ലാബ് ഇട്ടേക്കരുത്, ഇതിനകത്ത് വെള്ളം നിറച്ച് വെക്കണം. അതെല്ലാം വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുക.